താങ്കൾ വന്ന് ആ കേസ് ൻ്റെ വിവരങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. അതിനുശേഷം ജേർണലിസ്റ്റിക്കായ ഒരു അറ്റംപ്റ്റ് മാത്രമായിരുന്നു അത്. അതെ അതെ അതെ. പക്ഷേ അതിന് ബിയോണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു സഞ്ചാരം കൂടായിരുന്നു അത്. അപ്പോഴാണ് ഇതിന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഈ കേസ് വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങി എന്നെനിക്ക് തോന്നിയത്. അനിൽ ഈ കേസിലെ സംഗതികൾ, ഈ കേസിൻ്റെ കുറിച്ച് അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങൾ താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിൽ താങ്കൾ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അത് അത്ര സ്വീകാര്യമല്ലാതെ വരുന്നു. അതേ തുടർന്ന് താങ്കളിത് ഫേസ്ബുക്കിൽ ഇടുന്നു. ഫേസ്ബുക്കിൽ ഇട്ട ആ വിവരം വായിച്ച ഞാനടക്കമുള്ള ആളുകൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. വലിയൊരു ഇമ്പാക്റ്റാണ് ഇതിൽ വരുത്തിയത്. അപ്പോൾ അതേ തുടർന്നാണെന്ന് തോന്നുന്നു ഹൈക്കോടതി കോടതിയോട്, നെടുമങ്ങാട് കോടതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് മറ്റു മാധ്യമങ്ങളെല്ലാവരും, അതായത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനം ഒഴികെ ബാക്കി എല്ലാവർക്കും അതിന് ഗ്രാവിറ്റി മനസ്സിലായി. എല്ലാവരും ഏറ്റെടുത്ത് വലിയ ചർച്ചയായി. അങ്ങനെയാണ് മാധ്യമങ്ങളാണ് ഇതിനെ പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് നയിച്ചതെന്ന് പറയാം. ഹൈക്കോടതി ഇതിൽ ആക്ഷൻ എടുത്ത് തുടങ്ങുന്നു എന്ന് മനസ്സിലായ ഉടൻ തന്നെ ശ്രീ ആൻ്റണി രാജു ഒരു കേസുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അതായത് ഈ കേസിൽ പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി ഉണ്ട്, ഇതിൻ്റെ കൊഗ്നിസൻസ് എടുക്കേണ്ട കോടതി മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു എന്നുള്ളത് പറഞ്ഞാണ്. തികച്ചും സാങ്കേതികമായ ബോധ്യപ്പെടാൻ 30 വർഷം വേണ്ടി വന്നു. അതെ അതെ. പക്ഷേ ഈ 30 വർഷം ആയ സംഗതിയാണെങ്കിലും ഈ ഒരു സമയത്ത് റേസ് ചെയ്തിട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഓർഡർ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ഈ കേസിൻ്റെ FIR ക്വാഷ് ചെയ്യുന്നു. അതായത് ശ്രീ ആൻ്റണി രാജു റേസ് ചെയ്ത പോയിൻ്റ് ഒരു പെർട്ടിനൻറ്റ് പോയിൻ്റാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി. അത് ചെയ്യുന്നു. ആ കോടതി വിധികളെ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുകയേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു ഈ വിധിയോടെ ഈ കേസ് ചിലപ്പോൾ തീർന്നു. പക്ഷെ എന്നാലും തീരുമായിരുന്നു അല്ലേ? തീരുമായിരുന്നു. കാരണം കോടതി ഇതിലെ അലിഗേഷൻ സീരിയസ് ആണ്. അതുകൊണ്ട് അവിടെ ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് തീരും. കാര്യം ഇതിനി തിരിച്ച് ഇവിടെ വന്ന് ഇതിൻ്റെ കൊഗ്നിസൻസ് എടുക്കേണ്ട കോടതിയിൽ നിന്ന് വീണ്ടും ഇത് കോടതി വഴി ഇതിന് കൊഗ്നിസൻസ് എടുത്ത് വരിക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിളാണ്. വൈ? ബിക്കോസ് ഈ കൊഗ്നിസൻസ് എടുക്കേണ്ട കോടതി ഇപ്പം നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അതെ, ആ കോടതി ഇപ്പോഴില്ല. അപ്പോൾ ആ കോടതി ഇല്ലാത്തയും കൂടെ സാഹചര്യത്തിൽ ഇത് തികച്ചും നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സംഗതിയായിട്ട് അവശേഷിക്കുന്ന ഒരു സമയം. പക്ഷേ എങ്കിലും എൻ്റെ ഈ അനുഭവം വെച്ചിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇവിടം കൊണ്ടും തീരില്ല.